സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞത് വെച്ചാണ് ഈ ചോദ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയെ എടുത്തോ എന്നുള്ള ചോദ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളവും ഇന്ത്യയും ഒക്കെ എടുക്കാൻ ഉള്ള ഒരു പുതിയ രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒരു സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, ആരെയും തള്ളുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് സുരേഷ് ഗോപിയിലൂടെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ താമര വിരിയില്ല, മതേതര കേരളം താമരയെ അവിടെ തന്നെ ഇടും, ഒരിക്കലും വളരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളിപ്പോൾ ഇവിടെ വിരിഞ്ഞ താമരയെക്കുറിച്ച് അല്ലെങ്കിൽ MP ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്ത് ഇപ്പോൾ ഇന്ന് പറഞ്ഞ പരാമർശം വരെ ചർച്ചയാക്കുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി മന്ത്രിയായിട്ട് നോക്കൂ, എത്ര ദിവസമായി ഇപ്പോഴും ചർച്ചാ വിഷയമായി ലൈംലൈറ്റിൽ തന്നെ നിൽക്കുകയാണ് സുരേഷ് ഗോപി. ഇവിടെ ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവ് എന്ന ഒരു ടേം അദ്ദേഹം അത് പറയുന്നത് എവിടെയാണ് എന്നതുകൂടി നോക്കണം. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ കെ കരുണാകരൻ, അങ്ങനെയാണ് ആ വാചകം പോകുന്നത്, ലീഡർ കെ കരുണാകരനെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്കുള്ള തൻ്റെ ആരാധനയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ കരുണാകരൻ്റെ മാനസപുത്രൻ എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അങ്ങനെ വിളിക്കാൻ പാടില്ല, ഞങ്ങളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ് എതിർക്കാൻ അവകാശമുള്ള രണ്ട് പേരെ ഇന്ന് ഈ ഭൂമുഖത്തുള്ളൂ. ഒന്ന് കെ മുരളീധരനാണ്, ഒന്ന് പത്മജ വേണുഗോപാലാണ്. അതിൽ കെ മുരളീധരൻ രാഷ്ട്രീയമായി ഇപ്പുറത്തെ ചേരിയിലാണ്, എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നിട്ടും ഈ നിമിഷം വരെ കെ മുരളീധരൻ്റെ ഈ വിഷയത്തിൽ ഒരു കമൻറ്റ് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പത്മജ വേണുഗോപാൽ ആകട്ടെ 2019 ഇതേ ആവശ്യം ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. 2019 അനുമതി ചോദിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ, പത്മജ ചേച്ചി രാഷ്ട്രീയം പറഞ്ഞ് വിലക്കി എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. അന്ന് പത്മജ കോൺഗ്രസിലായിരുന്നു. അന്ന് പത്മജ പറഞ്ഞത് എൻ്റെ പാർട്ടിക്കാരോട് ഞാൻ എന്തു പറയും, അത് തെറ്റല്ലേ സുരേഷേ എന്ന് ചോദിച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതായത് ആദ്യമായി നടത്തിയ ഒരു ശ്രമമല്ല, മന്ത്രിയായപ്പോൾ ആളുകളെ കാണിക്കാനായിട്ടുള്ള ഒരു ഷോ അല്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല കെ കരുണാകരനെ കുറിച്ചായാലും EK നായനാരെ കുറിച്ചായാലും സുരേഷ് ഗോപി ഇപ്പോൾ MP ആയപ്പോഴോ മന്ത്രിയായപ്പോഴോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴോ അല്ല പറയുന്നത്. അതിനു മുൻപും പല അഭിമുഖങ്ങളിലും ഇക്കാര്യങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു അവസരവാദിയായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ഒരു ഇമേജിലേക്ക് സുരേഷ് ഗോപിയെ തളച്ചിടേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇനി സുരേഷ് ഗോപിയുടെ സ്വീകാര്യതയാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. RSSൻ്റെ ഒരു പ്രോജക്റ്റാണ് സുരേഷ് ഗോപി എന്നൊക്കെ ഉണ്ണിസാർ ഇവിടെ പറയുന്നത് കേട്ടു. RSSൻ്റെ പ്രോജക്റ്റുകളിൽ ഒന്നായിരിക്കാം സുരേഷ് ഗോപി, അതിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം, അതാണ് RSS എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വരണം എന്ന് പലപ്പോഴും നിർദ്ദേശങ്ങളായി വരാറുമുണ്ട്. സുരേഷ് ഗോപി അങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനായിരിക്കാം ഒരുപക്ഷെ കേരളത്തിൻ്റെ മണ്ണിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുക. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാ ആരാധനാലയങ്ങളിലും പോകുന്ന, എല്ലാ മതവിഭാഗങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന, റീച്ചബിൾ ആയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ സാർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ മന്ത്രിയായി എന്നതുകൊണ്ട് എന്നെ എൻ്റെ അച്ഛൻ സാറേ എന്ന് വിളിക്കുമോ എന്നുള്ളൊരു മറുചോദ്യമൊക്കെ അന്ന് ചോദിക്കുന്നത് കണ്ട ആ ഒരു സുരേഷ് ഗോപി ഫേക്കാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഫേക്കാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സ്ഥാപിക്കണമെന്നുള്ള ആളുകൾക്ക് അങ്ങനെ ആവുകയും ചെയ്യാം. ഇന്നത്തെ ഈ സ്വർണ്ണ ജപമാല കൊന്ത സമർപ്പിച്ചുകൊണ്ട് ലൂർദ് മാതാവിന് മുന്നിലെത്തി പ്രാർത്ഥിച്ച് താഴെ അടിപ്പള്ളിയിലെത്തി സുരേഷ് ഗോപി പാടുന്നത്, അത് ആ സ്തുതിഗീതം എന്ന് പറയുന്നത് കഴിഞ്ഞ ഈസ്റ്ററിന് റിലീസ് ചെയ്തതാണ്. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്ന് പാടിയ ഈ പാട്ട് ഈസ്റ്ററിന് പുറത്തിറങ്ങിയതാണ്. ഫാദർ ഡോക്ടർ ജോയൽ പണ്ടാരപ്പറമ്പിൽ എഴുതിയ വരികൾ അന്ന് തന്നെ ചർച്ചയായതാണ്, എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായതാണ്. അത് മന്ത്രിസ്ഥാനം ഏറ്റതിന് ശേഷം വന്ന് ഈ സ്വർണ്ണക്കൊന്ത അണിയിച്ച് താഴെ അടിപ്പള്ളിയിലെത്തി ഈ ഗാനം ആലപിക്കുമ്പോൾ അതിൽ പറയുന്നത് ത്യാഗത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചാണ്. അത് സുരേഷ് ഗോപിയുടെ വഴിയിലും നമ്മൾ കണ്ടതല്ലേ. നേരത്തെ സ്മൃതിമാടം കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിവാദങ്ങളെ അല്ലാതെ വേറെ ആരും വെട്ടിത്തൊളിച്ചു കൊടുത്ത ഒരു പട്ടുമെത്തയിലൂടെ പതിയെ നടന്നുപോയി അങ്ങ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുകയായിരുന്നില്ലല്ലോ സുരേഷ് ഗോപി. നന്നായി പോരാടി തന്നെയാണ് തൃശ്ശൂരിൽ വിജയിച്ചത്. അതുകൊണ്ട് നന്ദിയാൽ പാടുന്ന ദൈവമേ അൻപാർന്ന നിൻ ത്യാഗം ഓർക്കുന്നു എന്ന് പാടിയതിൽ ഒരു തെറ്റുമുള്ളതായി ഞാൻ കരുതുന്നില്ല. അത് ആരെയെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി പാടിയതായും ഞാൻ കരുതുന്നില്ല. ഇന്ന് കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തിയത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കാരണം അന്ന് പത്മജ വേണുഗോപാൽ മറ്റ് തൻ്റെ പാർട്ടിക്കാരോട് എന്ത് പറയുമെന്ന് ചോദിച്ച് തടഞ്ഞതുകൊണ്ട് അവിടേക്ക് പോയില്ല. 2019 മത്സരിച്ചപ്പോൾ പോയില്ല. അപ്പം ഇന്നിപ്പോൾ പോകുന്നത് കേന്ദ്രമന്ത്രിയായിട്ടാണ്. അവിടെ എത്തുന്നത് എന്തിനാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വ്യക്തിയുടെ നിർവഹണം അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, അതിന് രാഷ്ട്രീയ മാനമൊന്നും കാണരുത് എന്ന അഭ്യർത്ഥന കൂടി സുരേഷ് ഗോപി ഇന്ന് മുന്നിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടി അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഗുരുത്വം.
കെ കരുണാകരനെയും കെ നായനാരെയും ഒക്കെ ഒരു ഗുരുതുല്യനായി അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് കാണാനുള്ള അവകാശം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് മറ്റേതൊരു വ്യക്തിയെയും പോലെയുണ്ട്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തിൽപ്പെട്ട നേതാക്കളെ മാത്രമാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മാതൃകകൾ മാത്രമാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന ഒരു ചിന്താഗതിയിലേക്ക് സുരേഷ് ഗോപി പോകണമെന്നുള്ള ശാഠ്യം എന്തായാലും എനിക്കില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ജനകീയമായിട്ടുള്ള ശൈലി ഇഷ്ടമാണ്. കാരണം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, ആളുകളോട് ഇടപെടുന്ന, ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനോട് ആളുകൾക്ക് താല്പര്യം വരും. അതുപോലെ തന്നെ കെ കരുണാകരൻ്റെ നേതൃത്വ ശൈലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകളെ മാനേജ് ചെയ്യുന്ന പീപ്പിൾ മാനേജ്മെൻറ്റ്, അതിലൊക്കെയുള്ള കെ കരുണാകരൻ്റെ എത്രത്തോളം സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നടത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഡറെ സുരേഷ് ഗോപിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി പിതൃതുല്യനായി കാണുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സൗകര്യമാണ്. അതുപോലെ തന്നെ കെ നായനാരുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സുരേഷ് ഗോപി അല്ല പറയുന്നത് അച്ഛ എന്ന് വിളിക്കുമെന്ന്, പറയുന്നത് ശാരദ ടീച്ചറാണ്. നായനാർ കെ നായനാർ എന്ന നേതാവിനെ കുറിച്ച് പലവട്ടം സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ അഭിമുഖത്തിലടക്കം അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തതാണ് അദ്ദേഹം. അപ്പോൾ ഈ വ്യക്തികളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി ആയി കഴിയുമ്പോൾ ഇതുവരെ എന്തായിരുന്നു സുരേഷ് ഗോപി, അതിൽ നിന്നൊക്കെ സുരേഷ് ഗോപി അങ്ങ് മാറണം. പക്കാ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ ബഹുമാനിക്കരുത്, അവരെ ചീത്ത പറയണം. ആ കാലമൊക്കെ കഴിഞ്ഞു സാർ. ആ കാലമൊന്നും ഇനി നടക്കില്ല. ഇനി പരസ്പരം ബഹുമാനിച്ച് സഹവർത്തിത്വത്തിലൂടെ പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലി തന്നെയാണ് കേരളത്തിന് വേണ്ടത്. അല്ലാതെ ഇവിടെ ആരെയും രാജാക്കന്മാരായി ഇവിടുത്തെ ജനം വാഴിച്ചു വെച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ ജനവിധിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇവിടെ ആരും ഒരു കപ്പലിൻ്റെയും ക്യാപ്റ്റൻ അല്ല. ഇവിടെ എല്ലാ കപ്പലിനും കൃത്യമായി ആ കപ്പൽ ഓടിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കയറാനുള്ള അവസരം ജനം കൊടുക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപിയിലൂടെ ഇവിടെ മലയാളികൾ തെളിയിച്ചു തന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു സ്നേഹം, ഒരു വ്യക്തി പലയിടങ്ങളിൽ പോകുന്നത്, അത് കേന്ദ്ര സഹമന്ത്രിയായി കഴിയുമ്പോൾ അയാൾ പോകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമില്ല. രാഷ്ട്രീയ ഗുരുക്കന്മാർ തൻ്റെ രാഷ്ട്രീയ പാതയിലല്ല എന്ന് കരുതി അവരെ തള്ളിപ്പറയണം എന്ന് ശഠിക്കാനും കഴിയില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ദിരാഗാന്ധിയോടുള്ള ഇഷ്ടം, ഇന്ദിരാഗാന്ധിയോട് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണോ ഇഷ്ടം എന്ന ചോദ്യം നമ്മൾ കേരളത്തിൽ ഒരു പോളായി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. CPIM-കാരിലും BJP-കാരിലും ഒക്കെ ഇന്ദിരാഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പല വീട്ടിലും പോയി നോക്കിയാൽ അവിടെയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വരെ വെച്ചിട്ടുള്ളത് കാണാൻ കഴിയും. ഒരു വീട്ടിൽ തന്നെ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഇന്ദിരാഗാന്ധി, ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളിൽ ചിലരെ ഇഷ്ടമല്ല എന്ന് കരുതി ഇന്ദിരാഗാന്ധിയെ അന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ആ തലമുറയിൽപ്പെട്ട ആളുകൾ, അവരുടെ പിന്മുറക്കാരായി വന്ന ആളുകൾ, അവർക്ക് ചിലപ്പോൾ അതേ ഇഷ്ടം തുടരുന്നുണ്ടാകും. സുരേഷ് ഗോപിക്കും ആ രീതിയിലുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു പൗരൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്, ഒരു BJP നേതാവ് എന്ന നിലയിലല്ല എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഭാരതത്തിൻ്റെ മാതാവ് എന്ന് സുരേഷ് ഗോപി വിളിക്കുന്നതായി ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടത് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ കെ കരുണാകരനെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധനയുണ്ട് എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, BJP വേറെ സുരേഷ് ഗോപി വേറെ, അടുത്തൊരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നത് അതാണല്ലോ. അങ്ങനെയല്ല. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്, ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും BJP-യുടെ കേന്ദ്ര സഹമന്ത്രിമാരായിട്ടാണ് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന മന്ത്രിസഭയിലാണ് ഇവർ അംഗങ്ങളായിരിക്കുന്നത് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ സംസ്ഥാന BJP ഘടകവും സുരേഷ് ഗോപിയും രണ്ടു തട്ടിലാണ്. കെ സുരേന്ദ്രനും V മുരളീധരനും ഒന്നും ഇനിയൊരു വിലയും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു നറേറ്റീവിൻ്റെ ഒന്നും കാര്യമില്ല. ഇവരെല്ലാവരും ചേർന്ന് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം അവർ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റിലേക്ക് പോകുന്നത് ഇവരെല്ലാവരും ചേർന്ന് തന്നെയായിരിക്കും. അതിൽ V മുരളീധരൻ വേറെയാണ്, V മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിൽ അടിയാണ്, V മുരളീധരൻ്റെ പേര് സുരേഷ് ഗോപി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ പെരുപ്പിച്ച് വലിയ വിഷയമാക്കാൻ നോക്കുന്നവർക്ക് മുന്നിലേക്കാണ് ഇന്ന് V മുരളീധരൻ മറുപടി നൽകിയത്. നിങ്ങൾ പറയുന്നത് പോലെയാണോ കാര്യം എന്ന് പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ലാതെ കേട്ടയുടൻ തന്നെ സുരേഷ് ഗോപിയെ ചീത്ത പറയാനൊന്നും അദ്ദേഹം മുതിർന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കേരളത്തിന് വേണ്ടി എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപി പറയുമ്പോൾ അതിന് കൈയടിക്കുന്ന ആളുകൾ സുരേഷ് ഗോപി കെ കരുണാകരൻ്റെ സ്മൃതി കടീരത്തിൽ പോയി അവിടെ പുഷ്പാർച്ചന നടത്തുമ്പോഴും കെ നായനാരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും ഇന്ന് പത്മജ വേണുഗോപാലിൻ്റെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴും പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് എന്തിനാണ് ഇത്രയ്ക്ക് വേവലാതി? അങ്ങനെ വേവലാതിപ്പെടേണ്ട സാഹചര്യമില്ല. BJP-യുടെ ജില്ലാ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പൂങ്കുന്നത്ത് മുരളി മന്ദിരത്തിൽ പോയി നിൽക്കുമ്പോൾ. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കെ അനീഷ് കുമാർ അടക്കമുള്ള എല്ലാ നേതാക്കളും ആ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ BJP അറിയാതെ, BJP-കാർക്ക് താല്പര്യമില്ലാതെ സുരേഷ് ഗോപി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളാണ്, ഒറ്റയ്ക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപിക്ക് പിന്നാലെ BJP-ക്ക് വരേണ്ടി വരും എന്നല്ല, ഇവരെല്ലാവരും ഒന്നിച്ചു തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നരേന്ദ്രമോദിയും മാർപ്പാപ്പയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള
ഒരു കൂടിക്കാഴ്ച. ക്രൈസ്തവ സഭാവിശ്വാസികളുടെ ആത്മീയ നേതാവാണ് മാർപ്പാപ്പ. അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ഓരോ ആക്ഷനും അല്ലെങ്കിൽ മാർപ്പാപ്പ മുന്നോട്ട് വയ്ക്കുന്ന വാക്കുകളും അതൊക്കെ വളരെ കാര്യമായി തന്നെയാണ് കേരളത്തിലായാലും അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഈ G7 ഉച്ചകോടിക്കിടെ ഇറ്റലിയിൽ നടന്ന മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു ആശ്ലേഷമാണ്. ആ ചേർത്ത് പിടിക്കുന്ന നരേന്ദ്രമോദിയെ തിരികെയും ആശ്ലേഷിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണോ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടിന് മാർപ്പാപ്പ നിന്നു കൊടുക്കുകയാണോ? ഭാരതത്തിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇറ്റലിയിൽ G7 ഉച്ചകോടിക്കിടെ മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുന്ന 3 നേതാക്കളിൽ ഒരാൾ അത് ഭാരതത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ മതം, രാഷ്ട്രീയം ഇതിനെല്ലാം അപ്പുറം ഒരു ചേർത്ത് നിർത്തലിന്റെ ഒരു പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ അതിനെ സംശയത്തോടെ കാണരുത്. ഇന്ദിരാഗാന്ധിയെ എടുക്കുകയോ തിരിച്ചു വയ്ക്കുകയോ ഒന്നുമല്ല. ഇന്ദിരാഗാന്ധി കൊള്ളാമെന്ന് സുരേഷ് ഗോപിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം സുരേഷ് ഗോപിക്കുണ്ട്. അതുപോലെ തന്നെ കെ കരുണാകരനെ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നതെങ്കിൽ അത് പറയാനുള്ള അവകാശം സുരേഷ് ഗോപിക്കുണ്ട്. അത് BJP പറയില്ല, BJPയുടെ രീതി അങ്ങനെയല്ല എന്ന് പറഞ്ഞ് BJPക്ക് ഒരു രീതി ആരും ചേർത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇന്ദിരാഗാന്ധിയെ എടുക്കാനൊന്നുമല്ല സുരേഷ് ഗോപി അവിടെ പോയത്. കെ കരുണാകരനോടുള്ള ആദര സൂചകമായാണ്, ഗുരുത്വം നിർവഹിക്കാനാണ് അദ്ദേഹം പോയത് എന്നുള്ള ആ വാചകത്തിനൊപ്പമാണ് ഈ വിഷയത്തിൽ ഞാൻ. സുജയ നേരത്തെ പറഞ്ഞത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ശൈലി സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളതാണ്. അതായത് നിലവിൽ BJPക്ക് സംസ്ഥാന നേതൃത്വത്തിന്, സംസ്ഥാനത്തെ BJPക്ക് അങ്ങനെ ഒരു ശൈലി ഇല്ലാതിരുന്നുകൊണ്ട് ഒരു പുതിയ ശൈലിയുമായി വന്ന സുരേഷ് ഗോപി കുറച്ചുകൂടി സ്വീകാര്യനാകുന്നു എന്നുകൂടി സമ്മതിക്കുകയാണ് അല്ലേ? അങ്ങനെ സമ്മതിക്കുന്നതായിട്ടല്ലല്ലോ മാഡം ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന ശൈലിയെക്കുറിച്ചാണ്. സുരേഷ് ഗോപിയുടെ ശൈലിയും കേരളത്തിലെ BJP നേതാക്കൾക്ക് ആ ശൈലി ഇല്ല എന്നർത്ഥമില്ല. കേരളത്തിലെ BJP നേതാക്കൾ ആ ശൈലിയിലല്ല പോകുന്നത് എന്നുള്ളത് മാഡത്തിന്റെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. കേരളത്തിലെ BJP നേതാക്കളുടെ ശൈലി എന്താണ് എന്നും അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവരെ ഒബ്സർവ് ചെയ്താലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കെ സുരേന്ദ്രൻ കൊള്ളരുതാത്തവനും സുരേഷ് ഗോപി കൊള്ളാവുന്നവനും എന്ന ഒരു 2 നറേറ്റീവിലേക്ക് പോകേണ്ട ആവശ്യം തൽക്കാലമില്ല. ഇവരെല്ലാവരും ഒന്നിച്ചാണ് എല്ലായിടത്തേക്കും പോകുന്ന സുരേഷ് ഗോപിയാണല്ലോ കണ്ടത്. അങ്ങനെ കാണുന്ന ഒരു BJP നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലായിടത്തേക്കും പോകുന്ന, നായരാരുടെ വീട്ടിൽ പോകുന്ന, T പത്മനാഭന്റെ വീട്ടിൽ പോകുന്ന, അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയം മറന്ന് കരുണാകരൻ സ്വന്തം എന്ന് പറയുന്നു, ഇന്ദിരാഗാന്ധി സ്വന്തം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന BJP നേതാക്കൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത്, വ്യത്യസ്തനായതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തനായി സുരേഷ് ഗോപി വരികയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവായി വരികയും BJPക്ക് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടാൻ വേണ്ടി ഒരു പുതിയ ശൈലിയിലേക്ക് സുരേഷ് ഗോപി വരുന്നു എന്നൊരു രൂപത്തിലാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം ഇവിടെ BJP അങ്ങനെ ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇവിടെ BJP വളരാതിരുന്നതെന്നും ഇനി വളരാൻ വേണ്ടി സുരേഷ് ഗോപി ഒരു പുതിയ ശൈലിയുമായി വരുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJP വളരുന്നതിന് വേണ്ടി സുരേഷ് ഗോപി മാത്രം പോയതുകൊണ്ട് BJP വളർന്നു എന്നാണ് നറേറ്റീവ് എങ്കിൽ അത് തെറ്റാണ്. കാരണം തൃശ്ശൂർ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി മത്സരിച്ചത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചെടുത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വർധന തൃശ്ശൂർ ഉണ്ടാക്കുകയും അത് ജയത്തിലേക്ക് എത്തിക്കാനും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാനും സുരേഷ് ഗോപിക്ക്, അതും ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. നിങ്ങളടക്കം എല്ലാവരും പ്രവചിച്ച 2 പേരും തോൽക്കുകയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്ത മത്സരമാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. അപ്പോൾ തൃശ്ശൂരിൽ ആ രീതിയിൽ വോട്ട് ഉയർത്തുന്നതിന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, അതായത് BJPയുടെ കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ BJPക്ക് സ്ഥിരം വോട്ട് ചെയ്തിരുന്ന ആളുകൾ, അതുപോലെ തന്നെ നിഷ്പക്ഷരായി നിന്നിരുന്ന മാറി അതായത് വ്യക്തിയെ നോക്കി, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്തിരുന്ന ആളുകൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഈ സ്വീകാര്യത കണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സ്വീകാര്യതയുള്ള വ്യക്തികൾ BJPയിലേക്ക് വരുമ്പോൾ അവർ അവരുടെ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ Aയും Bയും ഒരുപോലെ ആകണമെന്ന് ശഠിക്കാൻ കഴിയില്ല. കാരണം കെ സുരേന്ദ്രനും V മുരളീധരനും ഒക്കെ താഴെത്തട്ട് മുതൽ, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ BJPയുടെ അതേ പാതയിൽ വന്നവരും. സുരേഷ് ഗോപി ഒരു 2012 ശേഷമാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ സുരേഷ് ഗോപി വരുന്നതും ഇവർ വരുന്നതും രണ്ടും 2 രീതിയിലാണ്. സുരേഷ് ഗോപിക്ക് അതിനു മുൻപ് തന്നെ ഈ കെ കരുണാകരനുമായും EK നായനാരുമായിട്ടും ഒക്കെ താല്പര്യമുള്ള, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന, കോൺഗ്രസുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ഒരു സുരേഷ് ഗോപിയുണ്ട്. ആ സുരേഷ് ഗോപി BJPയിലേക്ക് വരുമ്പോൾ ഇതുവരെ എന്തായിരുന്നു അയാൾ, അതെല്ലാം അയാൾ അവിടെ ഉപേക്ഷിച്ചിട്ട് BJPയിൽ വന്നതിന് ശേഷം അതായത് BJPയെ കുറിച്ച് നിങ്ങളൊക്കെ കരുതുന്ന രീതിയിലുള്ള ഒരാളായി സുരേഷ് ഗോപി പെർഫോം ചെയ്യണമായിരുന്നു എന്ന് നമ്മൾ ശഠിക്കുന്നത് ശരിയല്ല. കാരണം ആ വ്യക്തി എന്താണോ, ആ വ്യക്തിയുടെ മൂല്യങ്ങൾ എന്താണോ, ആ വ്യക്തിയുടെ ക്വാളിറ്റീസ് എന്താണോ, ആ ക്വാളിറ്റീസ് പ്ലസ് BJPയുടെ കേഡർ സംവിധാനം, അങ്ങനെയാണ് സുരേഷ് ഗോപി കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി Meet the editors.